ഒരു സ്വരം, നമ്മുടെ തന്നെ ഇന്നലകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്വരം. ഓർമ്മകളിലേക്ക് പിന്തിരിഞ്ഞു നടക്കുന്ന ഓരോ മലയാളിയും ജീവിതഘട്ടങ്ങളെ ഗാനങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയാൽ അതെല്ലാം ഈ ഒരൊറ്റ സ്വരത്തിലാവും. ആ സ്വര സാധനയ്ക്ക് മുൻപിൽ തോറ്റുപോയവർ ഒരുപാടുണ്ട്. പോറൽ ഏൽപ്പിക്കാനാവാതെ പോയ കാലം, വിശേഷണങ്ങൾ ചാർത്തി നൽകുവാൻ പദങ്ങളില്ലാതെ പോയ ഭാഷ, കീഴടക്കാൻ ഒരുമ്പെട്ട് കീഴ്പ്പെട്ടുപോയ ഇണങ്ങൾ. KJ യേശുദാസ് എന്ന മനുഷ്യ സാധ്യമായ കൽപ്പനകൾക്കെല്ലാം അപ്പുറം ഒരു വിസ്മയമായതിന് ഉത്തരമില്ല എപ്പോഴും. ഇന്ന് ജനുവരി 10, ഭൂമിയിലെ ഗാനഗന്ധർവന് 85-ാം പിറന്നാൾ. തിരിഞ്ഞുനോട്ടത്തിന്റെ ഈ അധ്യായത്തിലൂടെ ഗാനഗന്ധർവന്റെ സംഗീത ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട KJ യേശുദാസ്. പ്രായം കൂടുന്തോറും ചെറുപ്പമാകുന്ന ശബ്ദം, തലമുറകളുടെ വ്യത്യാസമില്ലാതെ ഏവരെയും പിടിച്ചിരുത്തുന്ന ഗാനഗന്ധർവന്റെ ശബ്ദത്തെ സ്നേഹിക്കാത്ത മലയാളികളില്ല അല്ലേ? 1961 നവംബർ 14 ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ പുതുമുഖ ഗായകനായി നിശ്ചയിച്ചിരുന്ന സോളോ ഗാനം KP ഉദയഭാനു പാടുകയാണ്. ആ ഗാനത്തിന്റെ റെക്കോർഡിംഗ് തീരുന്നതും കാത്ത് ആ ചെറുപ്പക്കാരൻ സ്റ്റുഡിയോയുടെ പുറത്ത് നിൽക്കുന്നു. തനിക്കായി പറഞ്ഞിരുന്ന ഗാനത്തിന് പകരം ലഭിച്ച 4 വരി ശ്ലോകം പാടാൻ പതിയെ അകത്തേക്ക്. മൈക്രോഫോണും ഹെഡ്ഫോൺസും ഒക്കെ ആദ്യമായി കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന്റെ പരിഭ്രമത്തോടെ 1-2 റിഹേഴ്സൽ. സംഗീത സംവിധായകൻ MB ശ്രീനിവാസിന്റെ നിർദ്ദേശപ്രകാരം ഫൈനൽ റിഹേഴ്സൽ എന്ന് കരുതി പാടിയ ടേക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. സ്റ്റുഡിയോയിലെ സ്പീക്കറിലൂടെ ആ സ്വരം ഒഴുകി വന്നു. എല്ലാവരും ആകാംക്ഷയോടെ റെക്കോർഡിസ്റ്റ് കോടീശ്വര റാവുവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെതാണ് അന്തിമ അഭിപ്രായം. ഒരു ഗായകന്റെ വിധി എഴുതുന്ന മുഹൂർത്തം ഒരു 10 വർഷം കഴിഞ്ഞ് പറയാം, റാവു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. കുറഞ്ഞത് 10 വർഷത്തേക്ക് മലയാള സിനിമയിൽ ഈ ശബ്ദം ഇടവ് തട്ടാതെ നിലനിൽക്കുമെന്നാണ് കോടീശ്വർ റാവു ഉദ്ദേശിച്ചത്. എന്നാൽ കാലം ആ നിമിഷം പറഞ്ഞിട്ടുണ്ടാവണം, 10 അല്ല 10 പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഈ ശബ്ദം ഇന്ത്യൻ സംഗീത ലോകത്തെ അടക്കി വാഴുമെന്ന്. അന്ന് സ്വന്തമാക്കിയ ആ സ്ഥാനം 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് 85ന്റെ നിറവിൽ നിൽക്കുമ്പോഴും മലയാളത്തിലെ ഗാനഗന്ധർവന് മാത്രം സ്വന്തം. മലയാള സിനിമ ഗാന ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് പറയുന്നത് 1967 PN മോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത റോസി എന്ന ചിത്രമാണ്. P ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയത് KV ജോബും. ദേശഭക്തി ഗാനങ്ങൾക്കാണ് പൊതുവെ KV ജോബ് കൂടുതലായിട്ടും സംഗീതം നൽകിയിരുന്നത്. അന്നോളം മലയാളം കേൾക്കാത്ത തരത്തിലുള്ള സംഗീതമാണ് റോസി എന്ന ചിത്രത്തിലെ അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം എന്ന പ്രണയഗാനത്തിന് ജോബ് ഒരുക്കിയത്. KP ഉദയഭാനുവിനെയാണ് ഈ ഗാനം പാടാനായി ആദ്യം നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹത്തിന് ചെറിയൊരു അസൗകര്യമായതോടെ ആ സമയത്ത് തന്നെ റോസിയിലെ മറ്റൊരു ഗാനം ആലപിക്കുവാനെത്തിയ യേശുദാസിനോട് റോസിയിലെ ഒരു പാട്ട് കൂടി പാടണമെന്ന് അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഗായകൻ ഉദയഭാനുവിന് വേണ്ടി നിശ്ചയിച്ച പാട്ട് താൻ എങ്ങനെ പാടുമെന്ന് സംശയിച്ചു നിന്ന യേശുദാസ് ഒടുവിൽ ഉദയഭാനുവിന്റെ തന്നെ നിർബന്ധത്തിലാണ് ഈ ഗാനം പാടുന്നത്. അങ്ങനെയാണ് അല്ലിയാമ്പൽ പിറന്നത്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രണയ ഗാനമായി മാറിയത്. KV ജോബിന്റെ സംഗീതമാണോ, P ഭാസ്കരന്റെ വരികളാണോ, ദാസിന്റെ ആലാപനമാണോ ഇതിൽ ഏറ്റവും മുന്നിൽ നിന്ന് ഇഴതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം അതിമനോഹരമായ ഗാനം, നിത്യഹരിതമായ പ്രണയഗാനം. അന്ന് വിരിഞ്ഞ അല്ലിയാമ്പലിന്റെ സൗരഭ്യം ഇന്നും നമ്മളെ വിട്ടു പോയിട്ടില്ല. റീമേക്കിന്റെ കാര്യത്തിലും മറ്റ് ഗാനങ്ങളുടെ വിധി ആയിരുന്നില്ല അല്ലിയാമ്പലിന്. യഥാർത്ഥ ഗാനത്തിന്റെ സുഗന്ധം ഒട്ടും ചോരാതെ അല്ലിയാമ്പലിനെ പുനരാവിഷ്കരിക്കുവാൻ ബിജി പാലിനും ഭംഗിയിൽ പാട്ട് ചിത്രീകരിക്കുവാൻ ജയരാജനും കഴിഞ്ഞു.
റീമേക്കിലും ആസ്വാദകരെ തേടിയ അല്ലിയാമ്പൽ അങ്ങനെ വീണ്ടും എത്തി. 2009 ജയരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ലൗഡ് സ്പീക്കർ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ പ്രേക്ഷകരിലേക്ക് അല്ലിയാമ്പൽ വീണ്ടും ഒഴുകി. 65 അല്ലിയാമ്പൽ കടവിൽ ഇറങ്ങിയത്. തൊട്ടു തലേ വർഷം ഭാർഗവി നിലയം ഇറങ്ങിയിരുന്നു. അതിൽ പി ഭാസ്കരന്റെ വരികൾക്ക് ബാബുരാജ് സംഗീതം നൽകിയ താമസമെന്തേ വരുവാൻ എന്ന ഗാനം ഹിറ്റായിരുന്നു. താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ. നല്ല ഗായകൻ എന്നതിൽ നിന്ന് ക്ലാസിക് ഗായകൻ എന്ന തലത്തിലേക്ക് ദാസിന് ഉയർച്ച നൽകുവാൻ താമസമെന്തേ വരുവാൻ ഉപകരിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലേക്ക് അല്ലിയാമ്പൽ കടവ് കൂടി എത്തിയതോടെ യേശുദാസ് മറ്റാർക്കും അതുവരെ കടന്നു ചെല്ലാൻ കഴിയാത്തത്ര ഔന്നത്യമുള്ള പാട്ടുകാരനായി. ഇതെല്ലാം ഹിറ്റായി നിൽക്കുമ്പോഴാണ് 1965 കാട്ടുപൂക്കൾ എന്ന സിനിമയിൽ ONVയുടെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകിയ മാണിക്യ വീണയുമായൻ എന്ന ഗാനവും മലയാളികളുടെ ഭാവനയ്ക്ക് ചിറക് നൽകിയത്. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. യേശുദാസ് ശരിക്കും ഒരു തരംഗമായി മാറി. ശബ്ദമാധുര്യം, ഉച്ചാരണ സ്ഫുടത, ആലാപന വൈഗദ്ധ്യം, ഭാവപകർച്ച തുടങ്ങിയ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ മലയാള പാട്ടുകാരനെ കേരളം ആദ്യമായി അനുഭവിക്കുകയായിരുന്നു. മാണിക്യ വീണയ്ക്ക് ശേഷം യേശുദാസിന് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. മലയാള ഗായകർക്കിടയിലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ദാസ് അങ്ങനെ ആദ്യ ചുവടുവെച്ചു. 1965 മലയാള ഗായകർക്കിടയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ആദ്യ ചുവടുവെച്ചത് മുതൽ ഇന്നോളം ആ പദവിയിൽ മറ്റൊരാൾ അലങ്കരിച്ചിട്ടില്ല. പിന്നീട് ആ ഭാഗ്യം കോളിവുഡിനും ബോളിവുഡിനും സ്വന്തമായി. ഈ ഗന്ധർവസ്വരം കാതിൽ തേൻമഴയായി നിറഞ്ഞു നിൽക്കുകയാണ്. തലമുറകൾ എത്ര മാറി വന്നാലും ഈ നാദ സൗകുമാര്യത്തെ നെഞ്ചിലേറ്റാത്തവരായി ഒരാളും ഇവിടെ ഉണ്ടാകില്ല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പാട്ടിന്റെ അവസാന വാക്കാണ് യേശുദാസ്. സംഗീതത്തിന്റെ സ്വഭാവം ഏതായാലും അത് ആ സ്വരമാധുരിയിലേക്ക് സന്നിവേശപ്പെടുമ്പോൾ അവിടെ ഗന്ധർവ സംഗീതത്തിന്റെ വേദിയാകും. ഹൃദയവ്യഥകൾ തുടച്ചു മാറ്റുന്ന ശുദ്ധവായു, കൽമഷത്തിന്റെ തീനാളങ്ങൾ അണയ്ക്കുന്ന തണുപ്പ്, ഒന്നിനോടൊന്ന് ഒട്ടി നിൽക്കുന്ന കോടമഞ്ഞു മൂടിയ മലനിരകൾ, ശബരിമലയിലെ രാത്രി. യേശുദാസ് പാടുന്നു. വിശ്വമോഹനം ഹരിതധീശ്വരം. അയ്യപ്പൻ ഉറങ്ങാൻ പോവുകയാണ്. ശബരിമലയിലെ ജനനിബിഡവും ഭക്തിസാന്ദ്രവുമായ രാത്രിയെ ഈ ഗാനം എത്രമാത്രം വിശുദ്ധീകരിക്കുന്നു എന്ന് അനുഭവിച്ച് അറിയുക തന്നെ വേണം. 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിലെ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ അക്കാലത്തെ പ്രസിദ്ധ സംഗീതജ്ഞനും നാടക നടനുമായിരുന്ന അഗസ്ത്യൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിന്റെയും മകനായാണ് യേശുദാസിന്റെ ജനനം. അച്ഛൻ പാടിത്തന്ന പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച യേശുദാസ് 1949 9-ാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചു. അതോടെ നാട്ടുകാര് കൊച്ചു ദാസപ്പനെ പിതാവിനെ പോലെ ഭാഗവതർ എന്ന് വിളിച്ചു. ദാസപ്പൻ ഭാഗവതർ എന്നും കാട്ടാശ്ശേരി കൊച്ചു ഭാഗവതർ എന്നും അദ്ദേഹത്തിന് വിളിപ്പേരുണ്ടായി. തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി, തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജ് എന്നിവിടങ്ങളിൽ യേശുദാസ് സംഗീത വിദ്യാഭ്യാസം നടത്തി. ഗാനഭൂഷണം പാസ്സായ ശേഷം ആകാശവാണി നടത്തിയ ശബ്ദ പരിശോധനയിൽ പങ്കെടുത്ത യേശുദാസ് അവിടെ പരാജയപ്പെട്ട ചരിത്രവുമുണ്ട്. സംഗീതം നിരന്തര സാധനയാക്കുവാൻ ഉറച്ച ഈ ഗായകൻ കർണാടക സംഗീതത്തിലെ മുടിചൂടാ മന്നനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. 1974 ചെമ്പൈയുടെ മരണം വരെ ഇത് തുടർന്നു പോന്നു. സംഗീത പഠനം കഴിഞ്ഞയുടൻ നല്ല തങ്ക എന്ന ചിത്രത്തിൽ പാടാൻ യേശുദാസിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും നിലവാരമില്ലെന്ന കാരണം പറഞ്ഞ് തഴഞ്ഞു. എന്നാൽ അതുകൊണ്ടൊന്നും അദ്ദേഹം പിന്മാറിയില്ല. മലയാള സിനിമയിൽ പിന്നീട് കണ്ടത് യേശുദാസിന്റെ സ്വര പ്രപഞ്ചമാണ്. പിന്നീട് അങ്ങോട്ട് യേശുദാസ് യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു.
ആസാമീസ്, കാശ്മീരി, കൊങ്കണി എന്നിവയിലൊഴികെ എല്ലാ പ്രധാന ഭാഷകളിലും യേശുദാസ് പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും അധികം തവണ നേടിയിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. കേരള, കർണാടക, ബംഗാൾ സംസ്ഥാനങ്ങളുടെയും മികച്ച പിന്നണി ഗായകനുള്ള അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കി. ഏത് കോണിലാണെങ്കിലും ഗന്ധർവ സംഗീതം കേൾക്കാത്ത ഒരു ദിനം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. 8 ദേശീയ അവാർഡുകൾ, മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി ലാറ്റിൻ, അറബി ഭാഷകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട 80,000-ത്തിലധികം ഗാനങ്ങൾ, 3 പത്മ പുരസ്കാരങ്ങൾ, എണ്ണിയെടുക്കാൻ ഒതുങ്ങാത്ത നേട്ടങ്ങളിലേക്കാണ് അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെ മകൻ സംഗീതത്തിലൂടെ മാത്രം സ്വന്തമാക്കിയത്. കാലത്തെ അതിജീവിച്ച സ്വരമാധുരി കൊണ്ട് സംഗീത ആസ്വാദകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം ദാസേട്ടൻ. ഗന്ധർവ സ്വരം ലോകത്തെ വിസ്മയിപ്പിക്കുവാൻ ആരംഭിച്ചിട്ട് 6 പതിറ്റാണ്ടിലേറെയായി. 85-ലും ഗന്ധർവ സ്വരത്തിന് മാറ്റു കൂടുന്നതേയുള്ളൂ. ദാസേട്ടൻ പാടിയ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ സാധിച്ച നമ്മയോർത്ത് ഭാവി തലമുറകൾ അസൂയപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സംഗീതത്തിന്റെ അതിരുകളില്ലാത്ത ആകാശത്ത് പൂർണ്ണശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്ന മലയാളത്തിന്റെ ഗാനഗന്ധർവന് ഇനിയും 1000 പാട്ടുകൾ നമുക്കായി പാടാൻ സാധിക്കട്ടെ.